നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് തോക്ക് ചൂണ്ടി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് 6:30 തിരുമിറ്റിക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് സംഭവം. കൂറ്റനാട് ഭാഗത്തു നിന്നും ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഘം വ്യവസായിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മന്ത്രി റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചയാൾ പിടിയിൽ. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചമഞ്ഞ് കണ്ണൂർ നഗരത്തിലെ ബാർ ഹോട്ടലിൽ മാനേജറിൽ നിന്നും 1.5 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. കോട്ടയം സ്വദേശിയും ഇപ്പോൾ ധർമ്മശാല കൂളിച്ചാലിൽ വാടക വീട്ടിൽ താമസക്കാരനുമായ ബേബി M സെബാസ്റ്റ്യനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് ധർമ്മശാലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. 7 മണി മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പുലി തന്നെയാണ് ആക്രമിച്ചതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അടച്ചിട്ട വീട്ടിൽ യുവാവിന്റെ മൃതദേഹം. കൊലപാതകമെന്ന് സംശയം. എറണാകുളം കലാഭവൻ റോഡിലെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്കടിയേറ്റ് തല തകർന്ന നിലയിലും ചെവി മുറിഞ്ഞ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയ KSEB ഉദ്യോഗസ്ഥരാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED നോട്ടീസ് ലഭിച്ചതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രമാത്രം പരിഹാസ്യമായ കാര്യമെന്നേ പറയാനുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിക്കായി ഞങ്ങൾ പണം ചിലവഴിച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിന് വേണ്ടി തന്നെയാണ് പണം ചിലവഴിച്ചത്. അത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ്. കിഫ്ബി പ്രവർത്തിക്കുന്നതിൽ റിസർവ് ബാങ്കിന് വിരുദ്ധമായി ഒരു വ്യതിയാനവും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.